അപ്പൊ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. 100 കൊല്ലത്തോളം പഴക്കം. 100 കൊല്ലോ? അത് ശരി. ഇല്ലാണല്ലേ? ഇല്ലല്ല, പഴയ തറവാട്. ഇതേമാരത്തെ 5-6 തറവാടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളെ കുടുംബത്തിൽ പെട്ട തന്നെ നശിച്ചിട്ടും പൊളിച്ചിട്ടും ഒക്കെ പോയി. അപ്പൊ ഈ നിലവിൽ ഈ ഭാഗത്ത് ഈ വീട് മാത്രമേ. അപ്പൊ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു തണുപ്പ്. അവിടേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു വാർപ്പിന്റെ വീട്ടിലേക്ക് കയറുന്ന പോലെ അല്ലല്ലോ. ഇത് ഓട് വീടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഉള്ളില് ഒരു AC വേണ്ട. AC വേണ്ട. 3 നിലയാണല്ലോ ഇത്. ചെറുകാട് തറവാട്, വലിയൊരു വീട്. ഈ തറവാട്ട് കാരണവരാണ് ഇതില്ലേ? കാരണവരല്ലേ? വിദ്യാർത്ഥിന്റെ മകനാണ്. എന്റെ പേര് ശിവശങ്കരൻ എന്നാണ് പേര്. പക്ഷെ ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടൂല, അറിയില്ല. കുട്ടൻ എന്ന് പറഞ്ഞാലേ അറിയില്ല. കുട്ടൻ. ശരി, കുട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഇത് ശിവശങ്കരന്റെ ഭാര്യയാണ്. എന്താ പേരെന്താ? ഗിരിജ അല്ലേ? ഒരു പുതുക്കി പണികളും ചെയ്തിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കാൻ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കഴിയില്ല. അത് നമ്മളെ കാലം കഴിയുന്നവരെ ഏകദേശം പോവും. ഈ ഒരു വീടിന്റെ സുഖം പുതിയ വീടുകൾക്ക് കിട്ടുമല്ലോ അല്ലേ? ഇല്ല. എന്താ സുഖം എന്നറിയാമോ? രാത്രി കിടക്കാനൊക്കെ അതെ, ഒരു AC വേണ്ട. അകത്തേക്ക് കയറിയാ ഇതിന്റെ പൂമുഖമാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നല്ല വിശാലമായിട്ടുള്ള നീളത്തിലുള്ള ഒരു പൂക. എത്ര ആള് വന്നാലും ഇവിടെ ഇരിക്കല്ലേ? എന്ന് വർത്തമാനം പറയാനൊക്കെ രസമാണ് ഇവിടെ ഇരിക്കുക. പഴയ വീടുകൾക്ക് ഇതൊരു പ്രത്യേകതയാണല്ലേ ഈ ഒരു പൂമുഖ. ഇന്ന് ഇല്ലാത്തൊരു സംഭവമാണിത്. മകത വേറെ വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു പേരെന്താ? അർജുൻ. അപ്പോൾ അർജുൻ്റെ വീട് കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ ഒരു കിണർ അടിപൊളിയായിട്ടുണ്ട്. ആ കിണർ നല്ല സൂപ്പർ. എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ്? പോലീസിലല്ലേ? അപ്പോൾ പോലീസിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വീടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ശിവേട്ട കൊണ്ടുവന്നതാണ് ഞങ്ങളെ. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാ വേറെ പ്രത്യേകത. എല്ലാ ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിയില് ഫാത്തിഹ സൂറത്ത് എല്ലാം അറിയുന്ന ഒരാളാണ്. സൗദി അറേബ്യയില് അനവധി വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. സിറ്റ് ഔട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ഇടനായിക. ഇതൊക്കെ ഒന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാത്ത അറിയാത്ത ഒരു സംഭവമാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതാണല്ലേ? നമ്മളിത് അതായത് പ്രാർത്ഥനാ റൂമല്ലേ? പൂജാമുറി. ദൈവങ്ങളെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് ഓക്കെ. അപ്പൊ അതാണ് ഏറ്റവും മുന്നിലുണ്ടാവുക അല്ലേ? കേറി വരുമ്പോ മച്ചാണ്. ഇവിടുന്നാണ് അത് ബെഡ്റൂം അല്ലേ? ഇത് 3 ബെഡ്റൂം. ഇത് 2 ബെഡ്റൂമാണ്. ഇത് മച്ച്. അത് മച്ച്. ഇനിയിപ്പോ അപ്പുറത്തെ അടുക്കള അല്ലേ? ഇതൊരു ബെഡ്റൂമാണ്. ശരിക്കും ഇങ്ങനെ തല മുട്ടൂല? ഇല്ലല്ലേ? കറക്റ്റ് അല്ലേ? പക്ഷെ പോലീസിന് കയറുമ്പോ തല മുട്ടൂല. അതിന് കണക്കാക്കിയിട്ട് പണ്ടത്തെ കാലത്ത് ഇത്ര വലിപ്പമുള്ള റൂമുകളൊന്നും ഉണ്ടാവില്ല വീടുകളില്. ചെറിയ ചെറിയ റൂമുകളാണ്. ഇതിലും ചെറുതാണ്ടാവും അല്ലേ? അതിലും ചെറുതാണ്ടാവും. ഇത് അത്യാവശ്യം അന്നത്തെ കാലത്ത് എന്താ വെച്ചാല് നമ്മള് കുനിഞ്ഞ് കയറണം എന്നുള്ളതാണ്. പഴയ കാലത്ത് പൂജാമുറിയിലേക്കും നമ്മൾ കിടപ്പറയിലേക്കും കയറുന്ന സമയത്ത് കുനിഞ്ഞു കയറണം. അതായത് വന്ദിച്ചുകൊണ്ട്. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ മാതിരി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇത് തിരുവിറ്റിയായിരുന്നു. തിരുവിറ്റീന്റെ ഇതുണ്ട് ഇവിടെ. തിരുവിറ്റി ഒഴിവാക്കിയപ്പോ ഓർഡിനറി ഇതാണ് തിരുവിറ്റിയാണ്. തിരുവിറ്റി ഇതുണ്ട്. ഇപ്പൊ നമ്മള് ഫ്രഷ് ഡോർ ആക്കിയതാണ്. ഇത് തിരുവിറ്റിയാണ്. കുട്ടികളെയൊക്കെ വലിപ്പത്തിനനുസരിച്ച് പണ്ടേ ഉണ്ടാക്കിന്. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടില്ല. ഈ ഒരു ഏരിയ അടുക്കള അല്ലേ? ഇത് മറ്റേ ഡൈനിങ് ഏരിയ. ഇവിടെ ഡൈനിങ് ഏരിയ, അവിടെ അടുക്കള. പണ്ടത്തെ ഇപ്പൊ ഹോസ്പിറ്റലിലത്തെ ലേബർ റൂം അറിയും. അതാണ് ആ സംഗതിയാണ്. എന്റെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ പ്രസവ സമയത്തൊക്കെ പ്രസവത്തും പീരിയഡ്സും ഒക്കെ 7 ദിവസം ഒരു പുല്ലായല് ഈ റൂമിലാണ്. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് ചെറിയൊരു വാതിലുണ്ടാക്കി. വാതിലോ? അത് ശരി. ഇതിലൂടെ കൊടുക്കൂല അല്ലേ? പുറത്തേക്ക് ഇറങ്ങില്ല. അടുക്കള പുതിയ മോഡലാണല്ലോ. പുതിയതാക്കിയതാണ് ഒക്കെ. ഇതായിരുന്നു കാവ്യായിരുന്നു. ഇതിപ്പോ ടൈലൊക്കെ ഇട്ട് കിണറാണിത്. ഇവിടെ നിന്നിട്ട് തന്നെ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ വെള്ളം കോരാനുള്ള സെറ്റപ്പാണിത്. പണ്ട് മോട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇവിടുന്ന് കുളിക്കുകയും ചെയ്യാം അല്ലേ? ഇപ്പൊ ഞങ്ങളെ ബാത്റൂമാണിത്. നമ്മള് കണ്ട റൂമിന്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ട്. അതൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയതാണ്. വെള്ളം കോരുക. അതാണ് ആ സിസ്റ്റം. ഫ്രഷ് വെള്ളം കോരിയിട്ട് പാചകം ചെയ്യാം. ഇതൊരു ബെഡ്റൂമാണ്.
ഈ മരങ്ങളാ ഞാൻ പറഞ്ഞത്, ഈ മരങ്ങളെ തണുപ്പാണ് നമുക്ക് കാലാകാലം കിട്ടുന്നത്. ഒരു മോടെ AC വെച്ചിട്ടുണ്ട് മേലെ, ഞങ്ങളാരും പോയി കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. കാരണം നല്ല സുഖമുണ്ട്, നല്ല ഒരു കൂളിംഗ് കിട്ടുന്നില്ല. നല്ല കൂളിംഗ് ഉണ്ട്. വേറെ എവിടെ കയറിയാലും അങ്ങനെ ഫാനും കൂടി ഇടാൻ നിൽക്കാൻ പറ്റുക. നമ്മളിപ്പോ ഒരു സാധാരണ വീട് കയറിയാല് ഫാൻ ഇടാതെ റൂമിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇന്നിപ്പം ബീം കൊടുക്കണം നമ്മള്. ഇതിപ്പോ ഈ മരത്തിലാണ് ഇത്രയും സ്ട്രെങ്ത് ആയിട്ട് ഈ സാധനം. അപ്പൊ 3 ബെഡ്റൂമാണ്. ഇത് കാവ്യാണ് മേലെ അല്ലേ? ഇതൊക്കെ പഴയ അച്ഛന്റെ കാലത്തുള്ള. ഇത് പടിയില് മരല്ലേ? മരത്തിന്റെ മുകളിൽ സിമെന്റ് ഇട്ടിട്ട് കാവ്യ ഉണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ കോൺക്രീറ്റിന് ഇത്ര ഉറപ്പുണ്ടാവില്ല. അതെ, ഇത് അച്ഛന്റെ കാലത്തിട്ട കാവ്യാണ്. മേലേക്കൊന്നും ആരും മരിക്കാനുള്ള. ഈ കാവിക്ക് എത്ര വർഷം പഴക്കമുണ്ടാവും? ഇത് 100 വർഷത്തിന്റെ അടുത്തുണ്ട് ഈ കാവിക്കല്ലേ? ഒരു കേടുമില്ലല്ലേ? ഹൈറ്റ് ഇത്ര ഹൈറ്റേ വരുന്നുള്ളൂ, എന്നാലും ചൂട് നോക്കൂ എന്തെങ്കിലും കേടുണ്ടോ? 3 ബെഡ്റൂം, അടിയിലും മുകളിലും 3 ബെഡ്റൂം, പറ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? ചെല്ലം. ഇതാണ് ഈ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗം. അവിടെ ചെറിയൊരു ജനലുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ചെറിയ ജനൽ, ചെറിയ ജനലുകൾ 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ്. ഇതിന് പഴയ കാലത്ത് ഇവിടെ ഒരു സാധനമുണ്ട്, അടയ്ക്കൂല്ലേ? ഇതിന്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല, മേലോട്ട് കയറാൻ കഴിയില്ല. അത് കള്ളലോക്ക് എന്ന് പറയുന്നത് ഒരു ലോക്ക് ഉണ്ടാവും അതിന്. കള്ളലോക്ക് ആർക്കും തുറക്കാൻ കഴിയില്ല. അത് ഈ വീട്ടുകാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അത് എന്തെങ്കിലും അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുള്ള കാലത്തൊക്കെ സമയത്ത് അങ്ങനെ ചെയ്യുന്നതാണ്. അവർക്ക് ഇവിടെയാണ് അവരൊക്കെ അങ്ങനെ ഈ പഴയ കാലത്തെ കൊട്ടാരങ്ങളിലും ഇവിടെയൊക്കെയുള്ള അതേപോലെ തന്നെ പഴയ കാലത്തെ തറവാടുകളിൽ അങ്ങനെയാണ് ചെയ്യല്. അത് കള്ളലോക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഏരിയയാണ്. പഴയൊരു തറവാട് വീട് നമുക്ക് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്താൻ പറ്റി, വളരെ സന്തോഷം. അപ്പോൾ പോട്ടെ ഞങ്ങൾ. ഓക്കെ, പോട്ടെ. ഓക്കെ, ശരി.